54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സംസ്ഥാന അവാർഡുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കാതൽ ദി കോറ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കാതൽ ദി കോറ്. സംവിധായകൻ ജിയോ ബേബി. ചിത്രം കാതൽ ദി കോറ്. മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുത്തത് ഇരട്ട. സംവിധാനം ചെയ്തത് രോഹിത് MG. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധാനം ചെയ്തത് രോഹിത് MG. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ബ്ലസ്സിയാണ്. ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. അപ്പോൾ മികച്ച സംവിധായകൻ ബ്ലസ്സി, ചിത്രം ആടുജീവിതം. മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ഫാസിൽ റസാഖ്, ചിത്രം തടവാണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, ചിത്രം തടവ്. മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൃഥ്വിരാജിനെയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ചിത്രം ആടുജീവിതം. അപ്പോൾ മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ, ചിത്രം ആടുജീവിതം. മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത് രണ്ടുപേർക്കുണ്ടായിരുന്നു. നടിമാരായി തിരഞ്ഞെടുത്തത് ഒന്ന് ഉർവശിയും രണ്ടാമത്തത് ബീന R ചന്ദ്രനുമാണ്. അപ്പം മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത് ഉർവശി, ബീന R ചന്ദ്രൻ. അപ്പോൾ ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെയും ബീന R ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിലൂടെയും അവാർഡ് നേടുകയുണ്ടായി. അപ്പം മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത് ഉർവശി, ബീന R ചന്ദ്രനും. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെയും ബീന R ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിലൂടെയും അവാർഡ് നേടുകയുണ്ടായി. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത് വിജയരാഘവനാണ്. പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ്. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുത്തത് വിജയരാഘവൻ, ചിത്രം പൂക്കാലം. മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത് ശ്രീഷ്മ ചന്ദ്രനാണ്. മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുത്തത് ശ്രീഷ്മ ചന്ദ്രൻ, ചിത്രം പൊമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിലൂടെയാണ്. മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ, ചിത്രം പൊമ്പളൈ ഒരുമൈ. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ആടുജീവിതം. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തെയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആടുജീവിതം, സംവിധാനം ബ്ലസ്സി. സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ച ചിത്രമാണ് ഗഗനചാരി. സംവിധാനം ചെയ്തത് അരുൺ ചന്തു ആണ്. സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ച ചിത്രമാണ് ഗഗനചാരി. സംവിധാനം ചെയ്തത് അരുൺ ചന്തു ആണ്. അരുൺ ചന്തു സ്പെഷ്യൽ ജൂറി ചിത്രമായി തിരഞ്ഞെടുത്തു. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ലഭിച്ചത് രോഹിത് MG കൃഷ്ണനാണ് മികച്ച തിരക്കഥാകൃത്തിന് ഉള്ള അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇരട്ട എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അപ്പം മികച്ച തിരക്കഥ രോഹിത് MG കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഇരട്ട എന്ന സിനിമയിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അതേപോലെ മികച്ച പിന്നണി ഗായകനായി തിരഞ്ഞെടുത്തത് നമ്മുടെ സംഗീതം സംവിധായകൻ കൂടിയായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച പിന്നണി ഗായകൻ. അപ്പം മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. അതുപോലെ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് ആൻ ആമിയാണ്. മികച്ച പിന്നണി ഗായിക ആൻ ആമി. മികച്ച പിന്നണി ഗായികയെ തിരഞ്ഞെടുത്തത് ആൻ ആമിയാണ്. അതുപോലെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുത്തത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുത്തത് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. രചന നടത്തിയത് കിഷോറാണ്. അപ്പോൾ കിഷോറിൻ്റെ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന ഗ്രന്ഥത്തിനാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ലഭ്യമായത്.